ബിഗ് ബോസ് മലയാളം സീസൺ 8 4 പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ എപ്പിസോഡിനകത്ത് എനിക്ക് പുറത്താകുന്ന ജഡ്ജ്മെന്റ്സ് ഒക്കെ എനിക്ക് കുറച്ചധികം ഇഷ്ടപ്പെട്ടു. കണ്ടസ്റ്റൻസിനെ പുറത്താക്കുന്ന ആ ഒരു ജഡ്ജസിന്റെ ബിഹേവിയർ ഒക്കെ വളരെയധികം ബെറ്റർ ആവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യ സമയങ്ങളിൽ കുറച്ച് നമുക്ക് അൺഫെയർ എവിക്ഷൻസ് ഫീൽ ചെയ്തിരുന്നുണ്ടെങ്കിലും സോ ഇനി ഈ ഷോ ഭയങ്കര ടൈറ്റ് ആവുകയാണ്. ഇനി അധികം ദിവസങ്ങളില്ല അഗ്നിപരീക്ഷ അവസാനിക്കാനും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ 4 പേര് ഇന്നും പുറത്തായിട്ടുണ്ട്. അപർണ, നയന, റെയ്ബിൻ, അഭിറാം, ഈ 4 പേരാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. കൺവിൻസിങ് ആണ്. ഇവർ 4 പേര് പുറത്തായതിനകത്ത് എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ചെയ്തിരുന്ന 4 പേര് പുറത്തായി എന്നുള്ളൊരു ഫീൽ ഇല്ല ബേസിക്കലി. പിന്നെ അതിനുള്ള ടൈമും ഇല്ല. വളരെ ലിമിറ്റഡ് ടൈമിനകത്ത് ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു ഷോ തീരുന്നതിനോടനുബന്ധിച്ച് ഓഡിയൻസിനെയും ഇംപ്രസ് ചെയ്യാനായിട്ട് കഴിയണം. സോ ഇതിനകത്ത് നമുക്ക് ഈ പുറത്തായവർ മോശം പെർഫോമൻസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ബാഡ് ലക്ക് എന്നേ പറയാൻ പറ്റൂ. കാരണം ഇതിനകത്ത് കിട്ടുന്ന സമയം ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അവിടെ തുടരാം. എന്തായാലും 4 പേരങ്ങനെ ഇന്നും പുറത്തായിരിക്കുകയാണ്. അപർണ, നയന, റേബിൻ, അതുപോലെ അഭിറാം. ഇന്ന് ജഡ്ജ്മെന്റ് കുറച്ച് കൺവിൻസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ.